മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവായ ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പങ്കുവയ്ക്കട്ടെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീകോവിലിൽ നിന്ന് എടുത്തു മാറ്റിയത് കട്ടളയും വാതിലും ദ്വാരപാലക പാളികളും തൂണുകളിലെ പാളികളും. 1998 സ്ഥാപിച്ച സ്വർണം പൊതിഞ്ഞ ഉരുപ്പടികളിൽ മറ്റൊന്നും ഇളക്കിയിട്ടില്ല. അനന്തൻ, മറ്റൊന്നും ഇളക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന എക്സ്ക്ലൂസീവ് വിവരങ്ങൾ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത വരുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനി എ പത്മകുമാർ പറഞ്ഞ മൊഴികളുമായി ബന്ധിപ്പിച്ച് ഇനി ഇങ്ങനൊരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുമോ? മോത്തി, ഇത് നമ്മൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസൊക്കെ വന്നപ്പോൾ പൊതുവിൽ അയ്യപ്പ ഭക്തരും പൊതുവിൽ ജനങ്ങളുമൊക്കെ സമൂഹം സംസാരിക്കുന്നത് ശബരിമലയിൽ ഈ ദ്വാരപാലക പാളികളും കട്ടളപ്പാളിയും മാത്രമാണോ, അതോ ശ്രീകോവിൽ അപ്പാടെ ഈ കൊള്ളസംഘം തട്ടിയെടുത്തുകൊണ്ട് പോയോ എന്നുള്ള സംശയവും ആശങ്കയും ഒക്കെ ആൾക്കാർക്കുണ്ട്. എന്നാൽ അത്രയും ആശങ്കപ്പെടേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന ഏതാണ്ട് പൂർത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം വൃശ്ചികം 1-ാം തീയതി, അതായത് 17-ാം തീയതി ആയിരുന്നു സന്നിധാനത്തെ SITയുടെ ശാസ്ത്രീയ പരിശോധന. അത് ഈ ദ്വാരപാലക പാളികളും കട്ടളപ്പാളിയും ഒക്കെ അഴിച്ചുള്ള പരിശോധനയായിരുന്നു. അതിൽ ഈ സ്വർണം എത്രത്തോളം ഉണ്ട്, 98-ൽ വിജയമല്യ പൊതിഞ്ഞ സ്വർണം എത്രയുണ്ട് എന്നൊക്കെ അറിയാനുള്ള പരിശോധനയാണ്. അതിൻ്റെ സാമ്പിളൊക്കെ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആ ശാസ്ത്രീയ പരിശോധനാ ഫലം മുദ്രവെച്ച കവറിൽ കോടതിയിൽ നൽകും. പക്ഷേ അവിടെ മറ്റൊരു പരിശോധന കൂടി നടന്നു. അതായത് ഈ 98-ൽ ക്ലാഡ് ചെയ്ത് വെച്ചിരുന്ന ഉരുപ്പടികളിൽ ഏതൊക്കെയാണ് 2019-ൽ അഴിച്ചു മാറ്റിയത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ അഴിച്ചു മാറ്റിയത്. അത് ഇപ്പോൾ അറിഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും തട്ടിയെടുത്തുകൊണ്ട് പോയോ എന്നുള്ളതായിരുന്നു അവിടെ നടത്തിയ പരിശോധന. അത് അവിടെ വിദഗ്ധരെ സ്ഥലത്ത് വെച്ചിട്ടുള്ള പരിശോധനയായിരുന്നു. അതിലൊരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുള്ള ഉരുപ്പടികൾ മാത്രമാണ് അവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. അതായത് ദ്വാരപാലക പാളികൾ, കട്ടളപ്പാളി, വാതിൽ, ഒപ്പം 2 തൂണുകളിലെ ഒട്ടിച്ചിരുന്ന ഈ പാളികൾ, അത്രയും കാര്യങ്ങളാണ്. അതല്ലാതെ നമ്മൾ ആശങ്കപ്പെട്ടിരുന്നത് പോലെ മേൽക്കൂരയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് പൊതിഞ്ഞിരിക്കുന്നത് മേൽക്കൂരയിലാണ്. അപ്പോൾ മേൽക്കൂരയിലെ ഒരു സ്വർണ്ണപ്പാളി പോലും ഇളക്കിയിട്ടില്ല, നാഗത്തകിട് ഇളക്കിയിട്ടില്ല, കലശം ഇളക്കിയിട്ടില്ല. അതിനൊപ്പം തന്നെ ഈ ശ്രീകോവിലിൻ്റെ വശങ്ങളിൽ ഒട്ടിച്ചിരിക്കുന്ന സ്വർണം പൊതിഞ്ഞ പ്ലേറ്റുകൾ ഇളക്കിയിട്ടില്ല എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അപ്പോൾ അത് ഹൈക്കോടതിയെ അടുത്ത ദിവസങ്ങളിൽ അറിയിക്കുകയും ചെയ്യും. അതേസമയം എത്രത്തോളം സ്വർണം 98-ൽ പൊതിഞ്ഞിരുന്നു എന്നുള്ളതും അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ സ്വർണം പൂശിക്കൊണ്ടുവച്ചതിൽ എത്രത്തോളം സ്വർണം ഉണ്ട് എന്നതും ഈ അതേ പാളിയാണോ തിരിച്ചു കൊണ്ടുവച്ചത് എന്നതൊക്കെ അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം അത് നേരിട്ട് ഈ ആ പരിശോധന നടത്തുന്ന സ്ഥാപനം നേരിട്ട് കോടതിയിൽ സീൽ വെച്ച കവറിലാണ് അറിയിക്കുക. അതേസമയം ഇളക്കിയെടുത്ത സാധനങ്ങൾ അവിടെ നിന്ന് 98-ൽ സ്ഥാപിച്ചതിന് ശേഷം ഇളക്കിയെടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ ഇത്രയും ഉരുപ്പടികൾ മാത്രമാണ് ഇളക്കിയത് എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതൊരു നിർണായകമായ വിവരം തന്നെയാണ്. കാരണം ശബരിമലയിൽ കൂടുതൽ ഈ അതിനിടയിലൊക്കെ നമ്മൾ അറിയാത്ത ഏതെങ്കിലും സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയം പൊതുവിൽ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഇളക്കി വീണ്ടും വെച്ചതായിട്ട് മറ്റെവിടെയും കാണുന്നില്ല. അത് ഈ പറഞ്ഞ സാധനങ്ങൾ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ഉടൻ തന്നെ നൽകുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം തന്ത്രി പറഞ്ഞത് ദൈവഹിതമനുസരിച്ച് മാത്രമുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എ പത്മകുമാർ വെളിപ്പെടുത്തിയ മൊഴിയിൽ പറയുന്നത് തന്ത്രിക്കാണ് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളത് എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് കൂട്ടി വായിക്കേണ്ടത് അനന്തൻ? മോത്തി, അതിനകത്ത് ചെറിയ പ്രശ്നമുള്ളത്, തന്ത്രി രാജീവൻ ഇന്നലെ മാധ്യമങ്ങളോടും പറഞ്ഞത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുള്ള ആളെന്ന നിലയിൽ തനിക്കറിയാം, അവിടെ ജോലി ചെയ്തിരുന്ന ആളല്ലേ എന്നുള്ളതാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ അവിടെ സ്ഥിര ജോലി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് ഇനി കൂടുതൽ വ്യക്തത തന്ത്രി വരുത്തേണ്ടി വരും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി വന്ന് അവിടെ കൂടുകയായിരുന്നു. അതിനൊപ്പം തന്നെ തന്ത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മാതൃഭൂമി ന്യൂസ് നേരത്തെ വാർത്ത നൽകിയിരുന്നു. SITയുടെ ചില കണ്ടെത്തലുകൾ, അതായത് ഈ ബംഗളൂരു, ആന്ധ്ര ഒക്കെ, ബെല്ലാരിയൊക്കെ പോയി SIT അന്വേഷിക്കുമ്പോൾ അവിടെയെല്ലാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി കുടുംബത്തിൻ്റെ അടുത്ത പരിചയക്കാരെന്ന് മാത്രമല്ല അവിടുത്തെ ഒരു അംഗം എന്ന മട്ടിലൊക്കെ അയാൾ സ്വയം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വളർച്ചയൊക്കെ അയാൾ ഉപയോഗിച്ചത് തന്ത്രി കുടുംബത്തിൻ്റെ പരിചയവും ബന്ധവും ഉപയോഗിച്ചുകൊണ്ടാണ്. അത് ഏകദേശം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലും നേരത്തെ തന്നെ അത് വന്നിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയതാണ്. അപ്പോൾ അതിന് സമാനമായ രീതിയിലുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ പത്മകുമാർ നൽകിയിരിക്കുന്നത്. അതായത് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രബലനായി നിൽക്കുന്നത് തന്ത്രി കുടുംബത്തിൻ്റെ ഒരു അടുത്ത ആള് എന്ന നിലയിൽ തന്നെയാണ് എന്നാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇനിയും SITക്ക് ചോദിക്കേണ്ടി വന്നാൽ തന്ത്രിമാരെ വീണ്ടും വിളിച്ചു വരുത്തും. കാരണം ഈ പത്മകുമാർ പറയുന്നത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പരിചയപ്പെടുന്നത് താൻ സ്പോൺസറായി രംഗത്ത് വരുന്നതിൻ്റെ
അല്ലെങ്കിൽ ഒരു സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ പ്രവേശിക്കുന്നതുമൊക്കെ തന്ത്രി കുടുംബവുമായുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ്. കൂടുതൽ സ്പോൺസർമാരെ അയാൾ കണ്ടെത്തിയതും ഇതേ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അല്ലാതെ പത്മകുമാറിന്റെ ബന്ധമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധമോ ഉപയോഗിച്ചുകൊണ്ടല്ല എന്നാണ് പത്മകുമാർ പറയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഈ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ളത് സംബന്ധിച്ചും പത്മകുമാറിന്റെ ഇടപെടൽ സംബന്ധിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടൽ സംബന്ധിച്ചും അന്വേഷണ സംഘത്തിന്റെ പക്കൽ തെളിവുകളുണ്ട്. ഇന്ന് വൈകുന്നേരം വരെയാണ് പത്മകുമാർ SITയുടെ കസ്റ്റഡിയിലുള്ളത്. അതിനുശേഷം വൈകിട്ട് 5 മണിയോടെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കണം. അപ്പോൾ അതിനു മുൻപുള്ള സമയം നിർണായകമാണ്.